പാനൂരിലെ ബോംബ് സ്ഫോടനം വടകരയിലും കണ്ണൂരിലും തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി UDF. സ്ഫോടനത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും നേതാക്കൾ മരിച്ച വ്യക്തിയുടെ വീട് സന്ദർശിച്ചതോടെ CPM വീണ്ടും പ്രതിരോധത്തിലായി. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസും അക്രമരാഷ്ട്രീയവും വീണ്ടും ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാനാണ് CPMന്റെ ഗൂഢനീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പാനൂർ സ്ഫോടനത്തിൽ മരിച്ച വ്യക്തിക്കും പരിക്കേറ്റവർക്കും CPMുമായി അടുത്ത ബന്ധമുണ്ടെന്നും ബോംബ് തിരഞ്ഞെടുപ്പ് സാമഗ്രിയാക്കുകയാണ് CPM എന്നും UDF ആരോപിച്ചിരുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റയാൾ KK ശൈലജയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും UDF പ്രചരിപ്പിച്ചു. എന്നാൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് നേതാക്കൾ ആണയിട്ട് ആവർത്തിച്ചു. ഇതിനിടെ CPM നേതാക്കൾ സ്ഫോടനത്തിൽ മരിച്ച വ്യക്തിയുടെ വീട് സന്ദർശിച്ചതോടെ പാർട്ടി വീണ്ടും പ്രതിസന്ധിയിലായി. ബോംബുണ്ടാക്കുന്നത് CPMന്റെ തൊഴിലാണെന്ന് K മുരളീധരൻ ആരോപിച്ചു. അത് അവരുടെ തൊഴിലാണ്. ബോംബുണ്ടാക്കുക, പൊട്ടിക്കുക. സ്ഥിരം പരിപാടി എത്ര കാലമായി തുടങ്ങിയിട്ട് അറിയോ? CPM ബന്ധം ആരോപിച്ച് വടകര സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും രംഗത്തെത്തി. ഈ ഭരണകൂടത്തിന്റെ പിന്തുണ ഇല്ലാണ്ട് നടക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. ബോംബ് നിർമ്മാണം കളിപ്പാട്ടമല്ലല്ലോ, മിഠായി അല്ലല്ലോ, ബോംബല്ലേ. പരിക്കേറ്റവർക്കും ഒളിവിൽ കഴിയുന്നവർക്കും CPM ബന്ധമുണ്ടെന്ന് KK രമ ആവർത്തിച്ചു. ഇവരെല്ലാവരും പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്, പാർട്ടിക്കാരാണ്. ഇപ്പൊ പിടികിട്ടാനുള്ള 10 പേരിൽ ഒരു ഷാജിൽ എന്ന് പറയുന്ന ആൾ അവിടുത്തെ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. നേതാക്കൾ മരിച്ച വ്യക്തിയുടെ വീട് സന്ദർശിച്ച വിവരം അറിയില്ലെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. പാർട്ടി തള്ളേണ്ട കാര്യമില്ല, പാർട്ടി ഒന്നുമില്ല, പിന്നെ അറിയില്ല, അതെനിക്കറിയില്ല. 12 വർഷം മുമ്പ് നടന്ന ചന്ദ്രശേഖരൻ വധക്കേസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശക്തമായ ആയുധമല്ലെന്ന് UDF തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അക്രമരാഷ്ട്രീയമെന്ന ആരോപണത്തിന് CPM വീണ്ടും മൂർച്ച കൂട്ടുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.